ഹായ് മച്ചന്മാരെ, സർജിത്താണ് ദുബായിൽ. ഇത് ഞാൻ വന്നെന്താ അറിയോ, നമ്മൾ ഓരോ ഷോപ്പിൻ്റെ വർക്ക്, പ്ലംബിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഫിനിഷിങ്ങൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ചെയ്ത വർക്ക് എവിടെയും കാണാനുണ്ടാവില്ല. അതാണ് സത്യം. അപ്പം നമ്മളതൊക്കെ ചുമരിൻ്റെ ഉള്ളിലും ഈ ഫ്ലോറിൻ്റെ അടിയിലൊക്കെ ആയിട്ട് പോവുകയാണ്. ഓക്കെ, രീതിയിലാണ് നമ്മളെ വർക്കും കാര്യങ്ങളും. അപ്പം ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഷോപ്പിൻ്റെ അന്ന് ചെയ്തതിൻ്റെ ആ ഷോപ്പ് ഏകദേശം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഷോപ്പ് എങ്ങനെയാണെന്നുള്ളതും പിന്നെ ഒരു ഹുഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വേറെ ഷോപ്പിലാണ്. പക്ഷെ അത് അതിൻ്റെ ഫുൾ വർക്ക് ഞാനിപ്പോൾ ഇതിൽ കാണിക്കാം. അപ്പോൾ അതെല്ലാം കൂടി കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒപ്പം ഒരു വീഡിയോ ചെയ്യാൻ പോകാം കേട്ടോ. മച്ചന്മാരെ, ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, പിന്നെ ഒന്ന് ഫോളോ ചെയ്യും. ഓക്കെ, ബൈ. ചുമരത്ത് കിച്ചൺ ഏരിയ ആണേ. കിച്ചണിൽ സിങ്കും അതുപോലെ തന്നെ ഗ്രീസ് ട്രാപ്പ്, അതിൻ്റെ സിങ്ക്, പിന്നെ അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ വരുന്ന സ്ഥലം. ഓക്കെ, പിന്നെ ഇതാണ് നമ്മൾ പാത്രം കഴുകുന്നത്, അതായത് ചൂടാക്കിക്കൊണ്ട് പാത്രം കഴുകുന്ന ഒരു സംഭവമാണിത്. ഇതിൻ്റെ അകത്തിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ 100 ഡിഗ്രി വരെ ചൂടാക്കിയിട്ടാണ് ഈ സ്റ്റീൽ പ്ലേറ്റും അതും ഗ്ലാസ് പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത്. അപ്പോൾ അണു വിമുക്താക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ മീറ്റ് അതുപോലെ തന്നെ ഫിഷ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന സിങ്കാണ്. പിന്നെ അതിൻ്റെ ഓയിലും അതുപോലുള്ള കാര്യങ്ങളൊക്കെ താഴെയുള്ള ഗ്രീസ് ട്രാപ്പിൽ വന്ന് സ്റ്റോറാവും. അത് ഫിൽട്ടർ ചെയ്തിട്ട് വെള്ളം മാത്രം താഴോട്ട് പോകുന്ന രീതിയാണ് കേട്ടോ. അങ്ങനെയാണ് ഇതിന് ഗ്രീസ് ട്രാപ്പ്. ഇത് നമ്മൾ കിച്ചൺ ഹുഡിൻ്റെ താഴെ വരുന്ന ഗ്യാസിൻ്റെ അടുപ്പുകളാണ്. അടുപ്പും അതുപോലെ തന്നെ ഹോട്ട് പ്ലേറ്റ്, അങ്ങനെയുള്ള ഫ്രൈ ആക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല, പൈപ്പ് കണ്ടില്ല, അതാണ് ഓവർ ഹീറ്റായി കഴിഞ്ഞാൽ ഇതിൽ വെള്ളം പമ്പാവും. ഇത് ഓവൻ, ഫ്രീസർ, തന്നെ പിന്നെ റെഫ്രിജറേറ്റർ, എല്ലാ കാര്യങ്ങളും ഈ സൈഡിലാണ് വരുന്നത് കേട്ടോ. ഈ സൈഡിൽ കൂടെ ഇതിലും ഒരു സിങ്ക് വരുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഫ്രീസറുകളും അതൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇത് വലിയ ഫ്രീസറാണ് കേട്ടോ. ഫ്രീസറല്ല, റെഫ്രിജറേറ്റർ എന്ന് പറയും, വലിയ വലിയ ടൈപ്പ് വെജിറ്റബിൾ. ഇത് ചെറിയ വാഷ് ബേസിനാണ്. പിന്നെ ഇതാണ് നമ്മൾ ബൾക്കായിട്ട് ഫ്രൈ ചെയ്യുന്നില്ലേ, അതായത് മീൻ, ഫിഷ്, പിന്നെ അതുപോലെ തന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ ബൾക്കായിട്ട് ഫ്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതിൽ ഫുള്ളായിട്ട് എണ്ണ നിറച്ചിട്ടാണ് ചെയ്യുന്നത്. എണ്ണ നിറച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ആ കൊട്ടയിലിട്ട് താത്തി കൊടുക്കും. ഇത് അത് തന്നെ. പിന്നെ ഇത് ഹോട്ട് പ്ലേറ്റ്, ആംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് പിന്നെ ഗ്രില്ല്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മൾ മാവൊക്കെ കുഴയ്ക്കുന്നത്. ബൾക്കായിട്ട് മാവൊക്കെ കുഴയ്ക്കണമെങ്കിൽ ഈ മെഷീനിലിട്ടിട്ടാണ് മാവൊക്കെ കുഴയ്ക്കുന്നത്. ഇത് ഫ്രീസർ റൂമാണ് കേട്ടോ. ഫ്രീസർ റൂം പറയുമ്പം ഏകദേശം -18, -20 വരെയൊക്കെ ഉണ്ടാവും.